ആണ്ടവരുടെ നാമം മഹിഴ്വും. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം കൂടെ നൽകിയിരിക്കുക. അവൻ കറുത്ത ദിവസം നൽകിയിരിക്കുന്നതിൽ നമുക്ക് ആണ്ടവരുടെ വചനത്തിൽ നിന്ന് വാസിച്ചിടാം. നമ്മൾ ഇന്ന് പണ്ണാൻ പോകുന്നത് എപ്പിസോഡ് 178 C27 നമ്മൾ പോകുന്നത്. എപ്പിസോഡ് 178 C27. ഇത് ഇന്ന് കൊലോസ്യരുടെ നിരുപം 2:1 ആണ് നമ്മൾ വിസ്താരിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് കൊലോസ്യർ 1:28-29 നമ്മൾ വാസിച്ചിട്ട് നമുക്ക് മുന്നാടി പോയിടാം. ആണ്ടവർ നമ്മളോട് എന്നെ പേശുന്ന നമുക്ക് വിസാരിച്ചിടാം. അവന് നമ്മുടെ ഹൃദയങ്ങളോട് എന്നെ சொல்லுதல் നമുക്ക് பார்க்கலாம். അങ്ങനെ താൻ നമുക്ക് തിരിയും. ആണ്ടവരുടെ മഹിമയെപ്പറ്റി അവൻ്റെ ധനമാഹാൽപ്പത്തെപ്പറ്റി നമുക്ക് തിരിയാൻ പറ്റും. നമുക്ക് വചനത്തിലേക്ക് നമുക്ക് പോകലാം. ഇന്ന് ഞാൻ சொல்லுவது കൊലോസ്യ നിരുപം 2:1 താൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 1:28-29 നമ്മൾ എന്നെ പറയും ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസിൻ്റെ whom we preach warning every man. ഞാൻ ആരോടൊക്കെ പേശിയോ അത് അവർക്ക് ഞാൻ ഒരു താക്കീത് അല്ലെങ്കിൽ അവർക്കൊരു ഒരു ജാഗ്രതയായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കും ആൻഡ് ടീച്ചിങ് എവരി മാൻ ഇൻ ഓൾ വിസ്ഡം. ഞാൻ എല്ലാ കാര്യങ്ങളും ആണ്ടവരുടെ വിസ്ഡത്തിൽ, ആണ്ടവരുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചത്. ഇത് എൻ്റെ ഇതല്ല, ഇത് ആണ്ടവരുടെ ജ്ഞാനം താൻ, ആണ്ടവർ തന്ന വചനം താൻ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കും. ദാറ്റ് വി മേ പ്രസൻറ്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ഗാഡ്. അതിൻ്റെ കാരണം എന്ന് ചൊല്ലിയാൽ അതിൽ ഒറ്റ ഒരു കാരണം താൻ എന്നത് നിങ്ങൾ എല്ലാവരും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ പെർഫെക്ഷൻ എന്നെ ചൊല്ലുന്നത് പൂർണ്ണമായ രീതിയിൽ അവനെപ്പോലെ ആയി മാറണം. അതുதான் இங்கே சொல்லுது. പെർഫെക്റ്റ് ഇൻ എവരി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. എല്ലാവരും സമ്പൂർണ്ണമായി ആണ്ടവരായ യേശുക്രിസ്തുവിനെ പോലെ ആയിരുന്നു. അന്നേരം നമുക്ക് തിരിയും. അന്നേരം അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது? അവർ சொல்லுது ഞാൻ ചൊല്ലിയ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയ വചനങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണം? നിങ്ങൾ അവനെപ്പോലെ ആയിരുന്നു. ആരെപ്പോലെ? ആണ്ടവരായ യേശുക്രിസ്തുവിനെ പോലെ ആയിരുന്നു. അവനെപ്പോലെ പെർഫെക്റ്റ് അല്ലെങ്കിൽ അവനെപ്പോലെ സമ്പൂർണ്ണമായി തീർന്ന മാതിരി നിങ്ങളും ആയിരിക്കണം എന്ന് ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് ഇങ്ങനെ ചൊല്ലുക. നമ്മൾ അടുത്ത വാക്യം വേർ അൺടു ഐ ഓൾസോ ലേബർ സ്ട്രൈവിങ് അക്കോർഡിംഗ് ടു ഹിസ് വർക്കിംഗ്. അതുമാത്രമല്ല എന്നിൽ ബലത്തോട് വഹിക്കുന്ന വ്യാപാരശക്തി ഒത്തുവണ്ണം പോരാടിക്കൊണ്ട് ആ വചനം എന്നോട് പോരാടിക്കൊണ്ട് അല്ലെങ്കിൽ എന്നോട് യുദ്ധം പണിക്കൊണ്ട് ഇരിക്കുകയാണ് എന്നത് നിങ്ങളോട് ആ വചനം ചൊല്ലാൻ വേണ്ടി. അന്നേരം നമ്മൾ பார்க்கறது என்னன்னு പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് വചനം അവനിൽ കിട്ടിയിട്ട് അത് നമ്മളോട് മുമ്പിൽ വെക്കാൻ വേണ്ടി അവൻ യുദ്ധം പണിയിരിക്കും. ആരോട് യുദ്ധം? പിശാചിനോട് യുദ്ധം പണിക്കൊണ്ട് അല്ലെങ്കിൽ അവൻ നമ്മളോട് ചൊല്ലാൻ വേണ്ടി ആ യുദ്ധത്തിൽ നിന്നുകൊണ്ട് ആണ്ടവരുടെ വചനം മുഴുവനുമായിട്ട് നമ്മളോട് ചൊല്ലി അവനെപ്പോലെ ആകുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. അതാണ് അവൻ്റെ ആഗ്രഹം. നമ്മൾ വിചാരിക്കണം. അപ്പോസ്തലനായ പൗലോസ് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് അപ്പോസ്തലനായ പൗലോസ് ആരുതാൻ? അവൻ ഒരു യഹൂദി, അവൻ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവൻ, അവൻ അങ്ങനെയുള്ളവൻ, അവനെ മതത്തോടെ എരിവുള്ളവൻ, അങ്ങനെയുള്ള അവന് ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിച്ചവൻ, അവരെ കൊല ചെയ്യിക്കാൻ സാക്ഷി നിന്നവൻ, അങ്ങനെയുള്ള അവർക്ക് പ്രയാസങ്ങളുണ്ടാക്കി ഈ അപ്പോസ്തലനായ പൗലോസ് ഇപ്പം ചൊല്ലുകയാണ്, ഞാൻ അതായത് ഈ കേൾക്കുന്ന എല്ലാവരും എന്നാ പറയണം? ആണ്ടവരായ യേശുക്രിസ്തുവെ പോലെ ആവാൻ വേണ്ടി ഞാൻ യുദ്ധം പണി നിങ്ങളോട് വചനം ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാലും അവൻ്റെ എല്ലാ കാരണം എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമ്പോൾ ആര് വളരണം? നമ്മൾ വളരണം. നമ്മൾ വളർന്ന് ആരെപ്പോലെ ആവണം? ക്രിസ്തുവിനെ പോലെ ആവണം. അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ്റെ ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണം. എന്നാൽ അതിനു വേണ്ടി
വിച്ച് വർക്കത്ത് ഇൻ മീ മൈറ്റ്ലി, അത് എന്നോട് ശക്തിയായിട്ട് എന്നോട് പേശിക്കൊണ്ടേയിരിക്കുക. അന്നേരം അത് ആ വചനം ശക്തിയായിട്ട് പേശിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പടി നമ്മൾ വരും, നമ്മൾ ഒരാളുടെ യുദ്ധം പണ്ണുമ്പോൾ നമ്മൾ ശക്തിയായിട്ട് പോകുമ്പോൾ നമ്മുടെ മുഴുവനും എനർജി എടുത്തിട്ട് എന്നാ பண்ணுவான், അവനോട് യുദ്ധം പോരാടുക. അതേപോലെ ആണ്ടവരുടെ ശക്തി അവനിൽ വസിച്ച് വന്നിട്ട് അവൻ ശക്തിയോടെ ആണ്ടോടെ വചനം നിങ്ങളോട് ചൊല്ലുകയാണ് എന്നാണ് അവൻ ചൊല്ലിയിരിക്കുന്നത്. അന്നേരം നമ്മൾ പാക്കണം അവൻ്റെ മനസ്സിലെ ആ ചിത്തം എന്ന അവൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നത് നമുക്ക് അങ്ങ് തിരിയും. അവൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ക്രിസ്തുവിനോടൊപ്പം വളരണം, അതായത് ക്രിസ്തുവിനെ പോലെ വളരണം, അല്ലെങ്കിൽ ക്രിസ്തുവെ പോലെ ആയിത്തീരണം. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ ജനിക്കപ്പെട്ട മക്കൾ താൻ, അവൻ താൻ നമ്മളെ ജനിപ്പിച്ചത് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അവനെപ്പോലെ ആകുവാൻ തക്കവണ്ണം ആണ്ടവർക്ക് ചിത്തമായിരിക്കും. ഫോർ ഐ വുഡ് ദാറ്റ് യു നോ ദാറ്റ് 2:1 നിങ്ങൾക്കും ലൗദക്കിയയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അത് ഇപ്പം എന്നെ എഴുതുക ഇங்கே ലൗദക്കിയയിലുള്ള വിശ്വാസികളോട് എന്നാ ചൊല്ലുക, മലയാളത്തിൽ നിങ്ങൾക്കും ലൗദക്കിയയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും. അതായത് നിങ്ങൾ എന്നെ പാത്തിട്ടേ ഇല്ല, കാരണം ഞാൻ നിങ്ങളുടെ പക്കത്തിൽ വന്നിട്ടേ ഇല്ല, നിങ്ങൾ എന്നെ കാണാത്തവർ താൻ. എന്നാലും എൻ്റെ ചിത്രം എന്താണ്, എൻ്റെ മുഖം കണ്ടത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. ഇംഗ്ലീഷിൽ അപ്പടിയല്ല. ഐ വുഡ് ദാറ്റ് യു ന്യൂ വാട്ട് ഗ്രേറ്റ് കോൺഫ്ലിക്റ്റ് ഐ ഹാവ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എനിക്കുള്ള ആ പോരാട്ടം ആ പ്രയാസം എത്ര പെരിയതെന്ന് ചൊല്ലുന്നത്. ആൻഡ് ഫോർ ദം അറ്റ് ലൗദീഷ്യ, അത് എങ്കെയുള്ള ആ ലൗദീഷ്യയിലുള്ള മക്കൾക്ക് വേണ്ടി. ആൻഡ് ഫോർ as many as I have not seen my face, അത് மட்டுമല്ല എന്നെ പാക്കാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പോസ്തലനായ പൗലോസ് എന്നെ പാക്കാത്ത എല്ലാവർക്കും വേണ്ടി താൻ ഞാൻ ചൊല്ലുന്നത്. പാത്തവർക്ക് ചൊല്ലുമ്പോൾ നമുക്ക് തിരിയും, നമുക്ക് എല്ലാവർക്കും തിരിയും. ഞാൻ നിങ്ങളെ പാത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ కొంచెం കൂടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു നേസം വെച്ച് നിങ്ങളോട് പേശില്ല. പക്ഷേ ഇங்கே പൗലോസ് പേശുന്ന ആരോട് താൻ? പാക്കാത്തവർക്ക് വേണ്ടി. അവൻ ആർക്കൊക്കെ അവന് ഏതൊക്കെ സഭയിൽ അവൻ ഈ നിരുപമ അനുപ്പിയാച്ച് അവരെല്ലാം ഇവനെ പാത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത് എഴുതും. as many as I have not seen in my face in the flesh. ഞാൻ നിങ്ങളെ ശരീരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ ശാരീരികമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും എനിക്ക് தெரியாது. എന്നാലും ഞാൻ ഈ വചനങ്ങൾ എഴുതുകയാണ്. that the hearts might be comforted. എന്തിനാണ് എഴുതുന്നത്? ഞാൻ പറയുന്ന വചനം മൂലം നിങ്ങളുടെ ഹൃദയത്തിന് എന്നാ വരണം? സന്തോഷം വേണം, സമാധാനം വേണം, അല്ലെങ്കിൽ അതിന് ഒരാശ്വാസം തേവപ്പെടും. അങ്ങനെ അതുകൊണ്ട് ദാറ്റ് ദ ഹാർട്ട്സ് മൈറ്റ് ബി കംഫർട്ട്. അവരുടെ ഹൃദയം തണുക്കണം. അതായത് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്, ഞാൻ ചൊല്ലുന്ന വചനം മൂലം നിങ്ങൾ തണുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആണ്ടവരുടെ പക്കത്തിലേക്ക് വരുവാൻ തക്കോണം നിങ്ങൾക്ക് ഇടയാവണം, അല്ലെങ്കിൽ നിങ്ങൾ ആണ്ടവരെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാവാൻ തക്കോണം ഞങ്ങൾക്ക് തേവയിരിക്കുക. അതുകൊണ്ട് അത് ആവശ്യം. ബീയിങ് നിറ്റ് ടുഗദർ ഇൻ ലവ്. അത് എപ്പടി അത് എന്ന് ചൊല്ലുക, സ്നേഹത്തിൻ്റെ ആ കെട്ടുപാടിൽ നമ്മൾ ഒരുമിച്ച് കെട്ടപ്പെടണം എന്ന് ചൊല്ലുക. അവൻ ക്രിസ്തുവിനെ ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകവും സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്, അതായത് ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ നേസം മുഖാന്തരം ഒരുമിച്ചാവണം. അതായത് ഒരേ രീതിയിൽ, അല്ലെ ഒരേ ചിന്തയിൽ വരണം. അതായത് ദ ലെവൽ വിൽ ബി സെയിം. അതായത് നമ്മുടെ ആ നിരപ്പ് ഒരുപോലെ ആയിരിക്കണം. നമ്മൾ കുന്നും മലയുമായിട്ടല്ല, ഞാൻ അങ്ങ് മേളിൽ നീത്താളെ അപ്പടിയല്ല, ഒരേപോലെ നിരപ്പിക്കണം. അത് എന്നാണ് എങ്കിൽ മലയാളത്തിൽ ചൊല്ലുന്നത്. അതായത് അത് എപ്പടി? നേസത്തിൽ.
നേസത്തിലാണ് നിങ്ങൾ നിരക്കേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളെ അമുക്കി ആക്കുകയല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് യുദ്ധം பண்ணிയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങളോട് കോപിച്ചിട്ടല്ല. ഞാൻ നിങ്ങളെ നേസത്തിൽ ആണ്ടവരുടെ നേസം നിങ്ങളോട് അറിയിച്ച് നിങ്ങൾ ആണ്ടവർക്ക് വേണ്ടി എന്നെപ്പോലെ നിങ്ങളും എന്നായിരിക്കണം, വചനം ചൊല്ലുന്നവരായിരിക്കണം. എന്നാൽ അത് എപ്പടി വചനം നമുക്ക് ചൊല്ലാൻ പറ്റും? വചനം തിരിയുമ്പോൾ താൻ നമുക്ക് ചൊല്ലാൻ പറ്റും. ഇന്ത്യ നമ്മൾ നിങ്ങളും ഈ വചനത്തിൽ എന്നാ പറ്റണം? നിങ്ങൾ ശക്തി പ്രാപിക്കണം, നിങ്ങൾ ബലം പ്രാപിക്കണം. ബലം പ്രാപിച്ചിട്ട് നിങ്ങൾ അവനെപ്പോലെ ആയിത്തീരണം എന്നാണ് ചൊല്ലുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ കിടക്കും? നിങ്ങൾക്ക് സമാധാനം കിടക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വന്നിരിക്കും, നിങ്ങൾക്ക് ശാന്തി വന്നിരിക്കും, അല്ലെങ്കിൽ സമാധാനം വന്നിരിക്കും. ആൻഡ് അൺടു ഓൾ റിച്ചസ് ഓഫ് ദ ഫുൾ അഷ്യൂറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് മാത്രമല്ല, ആ മഹാത്മ്യത്തിൻ്റെ എന്നാ ചൊല്ലുന്നത്, ഓൾ ദ ഫുൾ അഷ്യൂറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ ദൈവത്തിന് നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവൻ ചൊല്ലുന്ന കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞിട്ട് നമ്മൾ എപ്പടി ആ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള വിളിതൻ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളോട് പേശുന്നതാൻ ടു ദ അക്നോളജ്മെൻറ്റ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്നാ പറ്റും? അവൻ്റെ വചനത്തിൻ്റെ ഗുപ്തമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറഞ്ഞിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് മർമ്മമായിരുന്ന കാര്യങ്ങൾ അത് വെളിച്ചത്ത് വരണം എന്ന് ചൊല്ലും. മിസ്റ്റർ ആൻഡ് ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ക്രൈസ്റ്റ്. അത് ആരുടെയൊക്കെയാണ്? താപ്പനാരും ആണ്ടവരായ ക്രിസ്തുവിൻ്റെയും. എന്നിട്ട് നമ്മളിങ്ങനെ വാസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന് ரொம்ப സ്നേഹം മൂലം അവന് എന്നാ വേണം? അവൻ്റെ മനസ്സിൽ ചിത്തം എന്നത്, നിങ്ങളും എന്നെപ്പോലെയല്ല, നിങ്ങൾ ആണ്ടവരായ യേശുക്രിസ്തുവിനെ പോലെ നിങ്ങളും വളരണം. അവൻ്റെ ആ ബലം, അവൻ്റെ ശക്തി, അവൻ്റെ ധനം എല്ലാം നമ്മൾ പാക്കണം. നമ്മൾ മലയാളത്തിൽ എന്ന ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ. ഇതിൻ്റെ അതായത് ഈ ധനം നിങ്ങൾക്ക് കിടക്കണമെന്ന എൻ്റെ ആശ, അതായത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ആശ എന്ന് വെച്ചാൽ ഈ മർമ്മം, അതായത് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന ഈ മർമ്മം, നമ്മൾ നേരത്തെ 1-ാം അധ്യായത്തിൽ നമ്മൾ വാസിച്ച പോലെ ആ മർമ്മം അത് എന്നാ വേണം? അത് പ്രാപിപ്പാൻ തക്കോണം സ്നേഹത്തിൽ. അത് എപ്പടി നിങ്ങൾ മനസ്സിലാക്കണം? ആ നേസത്തിൽ താൻ നിങ്ങൾ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്നാ വേണം? തണുപ്പ് വേണം. അല്ലെങ്കിൽ തണുപ്പെന്ന് ചൊല്ലിയാൽ നമുക്ക് സമാധാനം വേണം. നമുക്ക് ആണ്ടവരുള്ള നേസം നമുക്ക് വർദ്ധിക്കണം. നമ്മൾ ആണ്ടവരിലാണെന്നുള്ള വിശ്വാസം വരുമ്പോൾ അവനോട് നമ്മൾ പറ്റിച്ചേരണം എന്നാണ് ചൊല്ലുന്നത്. ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അത് നിങ്ങളോട് പേശാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഞാൻ യുദ്ധം പണിക്കൊണ്ടേയിരിക്കെ. കാരണം നിങ്ങളോട് പേശുവാൻ വേണ്ടി നിങ്ങൾ ആണ്ടവരുടെ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മൾ നിർത്തിടാം. ആണ്ടവർ നമുക്ക് വചനം തന്നതിനായ സ്തോത്രം. അവൻ്റെ വചനത്തെ നമുക്കൊന്നും കൂടെ നമുക്ക് വാസിച്ച് പഠിച്ചിട്ട് നമുക്ക് പിന്നാടി നമുക്ക് പാക്കലാം. ആണ്ടവരുടെ നാം മഹിമ. Amen.